പെരിന്തൽമണ്ണ നഗരത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമായി നിർദ്ദേശിച്ച ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി അടിയന്തരമായി നടപ്പാക്കണമെന്ന് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരിന്തൽമണ്ണ നഗരത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമായി നിർദ്ദേശിച്ച ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി അടിയന്തരമായി നടപ്പാക്കണമെന്ന് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരിന്തൽമണ്ണയിലെ ഗതാഗതക്കുരുക്ക് വ്യാപാര മേഖലയെയും ആശുപത്രി ആവശ്യങ്ങൾക്കായി നഗരത്തിലെത്തുന്ന ആയിരക്കണക്കിന് ആളുകളെയും ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിലും നിർദ്ദേശിക്കപ്പെട്ട ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം വിവിധ കാരണങ്ങളാൽ വർഷങ്ങളായി നീണ്ടുപോകുകയാണെന്നും അവർ പറഞ്ഞു. വി ശശികുമാർ MLA ആയിരുന്ന കാലത്ത് പദ്ധതിക്കായി മർച്ചന്റ്സ് അസോസിയേഷൻ 20 ലക്ഷം രൂപ ട്രഷറിയിൽ നിക്ഷേപിച്ചിരുന്നുവെന്നും എന്നാൽ പിന്നീട് വന്ന സർക്കാരുകൾ പദ്ധതി നടപ്പാക്കുന്നതിൽ കാര്യമായ ഇടപെടൽ നടത്തിയില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ ആരോപിച്ചു. അതേസമയം നിലവിലെ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പദ്ധതിക്കായി 10 കോടി രൂപ വകയിരുത്തിയതിനെ അസോസിയേഷൻ സ്വാഗതം ചെയ്തു. പദ്ധതിയുടെ പുരോഗതിക്കായി ഇടപെട്ട പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിനെയും മങ്കട MLA മഞ്ഞളാംകുഴി അലിയെയും അസോസിയേഷൻ അഭിനന്ദിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മഞ്ഞളാംകുഴി അലി സാഹിബിനും മങ്കട MLAയും മുൻ മന്ത്രിയും പെരിന്തൽമണ്ണ MLAയുമായിരുന്ന അദ്ദേഹത്തിനും നമ്മളുടെ എല്ലാവരുടെയും ഭയങ്കര പ്രിയങ്കരനായ നജീബ് കാന്തപുരം അവർക്കും ഈ ബഡ്ജറ്റിൽ തന്നെ പെരിന്തൽമണ്ണയുടെ വ്യാപാരികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന മാനത്തുമംഗലം ബൈപ്പാസ് കൊണ്ടുവരുവാൻ പ്രയത്നിച്ച രണ്ടു പേർക്കും പെരിന്തൽമണ്ണ വ്യാപാരികളുടെയും മറ്റുള്ള സംഘടനയുടെയും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ വ്യാപാരികളുടെ കുടുംബാംഗങ്ങളുടെയുമായ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ ഒരു സ്വീകരണ യോഗം നടത്താൻ പോവുകയാണ്. പെരിന്തൽമണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് MLAമാരും മാനത്തുമംഗലം ബൈപ്പാസിന് വേണ്ടി കൊല്ലങ്ങളായി പ്രയത്നിച്ചു കൊണ്ടിരുന്ന് ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതിൽ വ്യാപാരികളുടെ സന്തോഷം അറിയിക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യാപാരികളുടെ ലക്ഷ്യം. അത് വമ്പിച്ച വിജയമാക്കി തരുവാൻ പത്രപ്രതിനിധികളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും സഹകരണം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. പദ്ധതിക്ക് തുണയായ ജനപ്രതിനിധികൾക്ക് ജൂൺ 27-ന് പെരിന്തൽമണ്ണ ടൗൺ ഹാളിൽ വെച്ച് സ്വീകരണം നൽകാൻ മർച്ചന്റ്സ് അസോസിയേഷൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സഹകരണത്തോടെ ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായതിനാൽ പൊതുസമൂഹം ഇതിന് പിന്തുണ നൽകണമെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പു, ജനറൽ സെക്രട്ടറി ഷാലിമാർ ഷൗക്കത്ത്, ട്രഷറർ K അബ്ദുൽ ലത്തീഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാളിതുവരെ ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് പ്രിയ ഉപഭോക്താക്കൾക്കായി MX നൽകുന്നു എല്ലാ വസ്ത്രങ്ങൾക്കും ഫ്ലാറ്റ് 20% ഓഫ്. ഈ ഓഫർ ജൂൺ 20 മുതൽ ജൂലൈ 20 വരെ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലുള്ള MX വെഡിംഗ് സെന്ററിൽ.